ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ DNA പരിശോധനാ ഫലം 2 ദിവസത്തിനകം ലഭിക്കും. കാർവാർ കിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹത്തിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് ഹുബ്ലിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് DNA പരിശോധനയ്ക്ക് അയക്കും. ഫലം വന്ന ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ. മൃതദേഹം അർജുന്റേതെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. മണ്ണിടിച്ചിലിൽ കാണാതായ മറ്റു 2 പേർക്കുള്ള തിരച്ചിൽ തുടരുമെന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അർജുന്റെ ലോറി കരയിലെത്തിച്ചു. ഉദുമ മുൻ MLA-യും KPCC മുൻ ജനറൽ സെക്രട്ടറിയുമായ KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2 ദിവസം മുന്നേ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. 1987 നിയമസഭയിൽ ഉദുമ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കുഞ്ഞിക്കണ്ണൻ മത്സരിച്ചത്. K കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. NCP-യിൽ വിഭാഗീയത കടുപ്പിച്ച് സസ്പെൻഷൻ. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനെതിരെ തൃശൂരിൽ യോഗം വിളിച്ച സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തു. PK രാജനെയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ നടപടിക്കെതിരെ AK ശശീന്ദ്രൻ നിലപാട് പരസ്യപ്പെടുത്തിയതോടെ വിഭാഗീയത ശക്തമായി. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടത്. പത്തനംതിട്ടയിൽ വൈദ്യുതി ഉപഭോക്താവിന് 1,54,000 രൂപ KSEB ഉദ്യോഗസ്ഥർ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധി. പത്തനംതിട്ട പന്തളം സ്വദേശി ഷഹനാസിനാണ് KSEB ഉദ്യോഗസ്ഥർ നഷ്ടപരിഹാരം നൽകേണ്ടത്. മുൻകൂർ നോട്ടീസ് നൽകാതെ വൈദ്യുതി വിച്ഛേദിച്ചു, നിയമവിരുദ്ധമായി പിഴ ചുമത്തി, തെറ്റായ താരിഫിൽ വൈദ്യുതി ബിൽ ചുമത്തി എന്നീ കാരണങ്ങളിലാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ വിധി. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമെന്ന മകൾ ആശ ലോറൻസ്. കഴിഞ്ഞ ദിവസം MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകുമെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഉപദേശക സമിതി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അപ്പീൽ നൽകാനുള്ള ആശയുടെ നീക്കം. ഉപദേശക സമിതിയുടെ തീരുമാനം സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണെന്നും ആശ ആരോപിച്ചു. താരസംഘടനയായ അമ്മയും WCC-യും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് നടൻ സിദ്ദിഖ്. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ വാദമുള്ളത്. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് പറയുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഓൺലൈനായാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. കടലുണ്ടിയിലെ 15-കാരനെ കാണാതായ സംഭവത്തിൽ കുട്ടിയെ ഗോവയിൽ കണ്ടെത്തിയിട്ടും രക്ഷിതാക്കൾക്ക് വിട്ടു നൽകിയില്ല. കടലുണ്ടി നഗരത്തിലെ റാഹിർ റഹ്മാന്റെ മകൻ മുഹമ്മദ് സൽമാനെയാണ് ഗോവയിൽ കണ്ടെത്തിയത്. പുതിയ CWC കമ്മിറ്റി നിലവിൽ വരാതെ കുട്ടിയെ വിട്ടു നൽകാനാവില്ല. പുതിയ കമ്മിറ്റി വരാൻ ഒരാഴ്ച സമയമെടുക്കുമെന്ന വിചിത്രവാദമാണ് ഗോവയിലെ അധികൃതർ ഉന്നയിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത പതിപ്പിന് മുമ്പായുള്ള മെഗാ താരലേലത്തിൽ ടീമുകൾക്ക് നിലനിർത്താൻ കഴിയാവുന്ന താരങ്ങളുടെ എണ്ണത്തിൽ തീരുമാനമായതായി സൂചന. ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ടീമിന് മെഗാലേലത്തിന് മുമ്പായി 5 താരങ്ങളെ നിലനിർത്താം. റൈറ്റ് ടു മാച്ച് കാർഡുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ 2 ദിവസം താരലേലം നടത്താനാണ് BCCI തീരുമാനമെന്നാണ് റിപ്പോർട്ട്.